ബ്യൂട്ടീഷ്യന്മാരെ കിടന്നങ്ങ് മറിയല്ലേ. ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളോട് ചോദിച്ചപ്പോഴേ ആ മേക്കപ്പ് ചെയ്യുന്ന പെണ്ണ് തന്നെ എത്രയോ ലക്ഷങ്ങളാണ് എന്നെ കൊടുക്കുന്നതെന്ന്. അതിന്റെ മുന്നിൽ നമ്മുടെ മോക്കെ പിടിച്ചിരിക്കാൻ പറ്റുമോ? ആ, കാശുള്ളവൻ കപ്പൽ വാങ്ങിച്ച് മറിച്ചു വെക്കും, കാശില്ലാത്തവൻ കപ്പലിന്റെ വാങ്ങിച്ച് വറുത്തു തന്നെ. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ, അതാ. ഒന്നും തന്നാലുണ്ടല്ലോ ഒരു പഴഞ്ചലും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക. ഇത്രയും നേരം ചിരിച്ചോണ്ടിരുന്ന കൊച്ച അതിന്റെ മുഖത്തേക്ക് നോക്കും. അല്ല, നിങ്ങളിപ്പോ സിത്താരയുടെ മോളുടെ കൂടെയാണോ അതോ സ്വന്തം മോളുടെ കൂടെയാണോ? ഞാൻ എന്റെ മോളെ കൂടെ തന്നെയാണ്. പക്ഷെ കണ്ട കാര്യം പറയണ്ടേ? മോൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. സിത്താര ശ്രീനിവാസന് സ്വന്തം മോള് അവരുടെ രീതിക്ക് ഒരുക്കിയല്ലേ പറ്റൂ. അത് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം. അവൾ എത്ര ഒരുങ്ങിയിട്ട് എന്താ കാര്യം? നവീൻ മോതിരിടാൻ പോന്നതേ കണ്ടില്ലേ, എന്റെ മോളുടെ ഈ വിരലിലേക്കാ. അത് ഞാനോ ഉദയേട്ടനോ തീരുമാനിച്ചോന്നും അല്ലല്ലോ, സിത്താര മേഡം തീരുമാനിച്ചതല്ലേ. പിന്നെ നമുക്ക് എന്ത് പേടിക്കാനാ? മോളെ, അച്ഛൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാ. പക്ഷെ അവളുടെ കൃത്രിമ സൗന്ദര്യം അല്ല എന്റെ മോൾക്ക്. അമ്മ വെറുതെ തൊട്ടും തലയോടെയൊക്കെ നിന്നെങ്കിലും ഹാളിലോട്ട് കേറുമ്പോ മോള് കാത്തി ജ്വലിച്ചു നിൽക്കും. അതെ, നിങ്ങക്ക് നിങ്ങളുടെ മോളെ നന്നായിട്ട് കാണുകയും കണ്ടോ. കുറച്ചു നേരം കഴിയുമ്പോഴേ അവള് കോടീശ്വരിയാവാൻ പോവാ. കോടീശ്വരി. അതെങ്ങനെ? അല്ല, നവീന്റെ ഭാര്യയായ പിന്നെ ഇവിടെ ആരാ ഉദയേട്ടാ? നമ്മളെ രണ്ടുപേരും ഇവള് സ്വർണ്ണരഥത്തിൽ കൊണ്ട് നടക്കില്ലേ, അല്ലേ മോളെ? ഞാൻ ആഗ്രഹിച്ച് നടന്നു കഴിഞ്ഞാ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അങ്ങനെയല്ലേ നോക്കുള്ളൂ അമ്മേ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളല്ലേ. അതൊന്നും പറയണ്ട. നവീൻ ഞങ്ങളെക്കാട്ടിലും പ്രിയപ്പെട്ടതല്ലേ നിനക്ക്? കണ്ടോ കളിയുടെ ചിരിയുണ്ടോ? ഓ എന്റെ ദൈവമേ, ഒരു തട്ടുകേടും ഇല്ലാതെ ഇതങ്ങ് നടന്നാ മതിയായിരുന്നു. സിത്താരെ, ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കൾ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു ഇന്നത്തെ ഫംഗ്ഷന്റെ കാര്യം. കുടുംബാംഗങ്ങൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂന്നാ ഞാൻ മറുപടി പറഞ്ഞത്. ഓ, ഐ എം സോറി. അവരെയൊക്കെ കണ്ടിട്ടാണോ? അവരെല്ലാരുവേ കേരളത്തിലെ ടോപ്പ് ബിസിനസ്മെൻ ആണ്. നവീനും അവരെ നന്നായിട്ട് അറിയാലോ. പിന്നെ പൊതുവെ ഞങ്ങൾ ഈ ബിസിനസ്സുകാർക്കെല്ലാം ഒരു ശീലമുണ്ട്. എന്ത് ഫംഗ്ഷൻ ആയാലും അത് ബിസിനസിനും കൂടി ഉപയോഗിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യും. അറിയാം, നവീനും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ഞങ്ങൾ പഴഞ്ചൻ ചിന്താഗതിക്കാർക്ക് ഇതത്ര പിടിച്ചെന്ന് വരില്ല. ഗാഥമോൾ ഇവിടെ സിത്താരെ. അവള് റൂമിലിട്ട്. സുമിത്ര അങ്ങോട്ട് പോകുന്നുണ്ടോ? വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താ മാം, ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നവീന്റെ വധുവായിട്ട് മാം കീർത്തിയെ പ്രഖ്യാപിച്ച അത് ഗാഥാ മാഡത്തിന് പ്രശ്നവും. ഇവരുടെ പ്രതികരണവും മോശാവില്ലേ? തൽക്കാലം എന്റെ മുന്നിൽ വേറെ വഴികളൊന്നും ഇല്ല സിനി. ഗാഥമോളോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയോളാം. സർപ്പശാപമുള്ള വീട്ടിലേക്ക് കീർത്തി ആദ്യം നവീൻ വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്ന് ഗാഥയോട് ഞാൻ പറഞ്ഞോളാം. നവീൻ ഗോപാൽ വർമ്മ ഈ വേദി നിങ്ങളുടെ മുന്നിൽ വെച്ച് വിവാഹമോതിരം അണിയിക്കാൻ പോകുന്നത് സംഭവിച്ചേ?